അസ്സലാമലൈക്കും. നമ്മളെ ചാനൽ കുറേ ആയിട്ടോ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പോഞ്ച് കേക്കാണ്. എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒരു വാനില സ്പോഞ്ച് കേക്ക് പെരുന്നാളിന് വേണ്ടിയാണ്ട് നമ്മൾ ഉണ്ടാക്കിയതിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു കപ്പ് മൈദ, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളുപ്പും ചേർത്തിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാട്ടോ. ഞാൻ കാണിക്കില്ല. അപ്പോൾ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അല്ല, 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. സോറി കേട്ടോ. എന്നിട്ട് കുറേ അതിൽ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു പ്രയാസം. പിന്നെ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മൈദ അരിക്കണമെന്ന് കാണിക്കാൻ ഇപ്പോൾ എപ്പോൾ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഒന്ന് അരിച്ചാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്താണ് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര. അപ്പോൾ ഇത് പൊടിക്കാത്ത പഞ്ചസാര വേണ്ടി ഞാൻ 3/4 കപ്പ് എടുത്തിട്ടുള്ളൂ. പൊടിച്ചതാവുമ്പോൾ നിങ്ങൾ 1 കപ്പ് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പഞ്ചസാര മൊത്തത്തിൽ ചേർത്ത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുക്കറൊന്ന് ചൂടാക്കണം. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കുക്കറൊന്ന് ചൂടാക്കാം. മൈദ ഇടുന്നതിന് മുന്നായിട്ട് കുക്കറൊന്ന് ചൂടാക്കാം. അപ്പോൾ ഇവിടെ 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് നമ്മളൊരു അലുമിനിയത്തിൻ്റെ തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അടി പിടിക്കാതെക്കാൻ ഒക്കെ എല്ലാവർക്കും അറിയാം, എപ്പോഴും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടിയിൽ, കുക്കറിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് ഓയിലും കൂടി തടവിയിട്ടുണ്ട്. എന്നിട്ട് സിമ്മിലാക്കിയിട്ടിട്ട് നമുക്ക് ഇനി മൈദയൊക്കെ ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് കുക്കറൊക്കെ നന്നായിട്ട് നല്ല ചൂടായി ഉണ്ടാവും. ഇനി മൈദ കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് ഒന്നാണ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 1-ലൊക്കെ ഇട്ടിട്ട് ഒന്നാണ് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മേ എളുപ്പത്തിൽ പണി കഴിഞ്ഞോളൂ. മറ്റേതാകുമ്പോൾ ചിലപ്പോൾ അടിയിലിങ്ങനെ എന്താ പറയുക, സ്പാച്ചുലാകുമ്പോൾ അടിയിലിങ്ങനെ മൈദ പെട്ടെന്ന് നൽകാതൊക്കെ കിടക്കും. ഇതാകുമ്പോൾ ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒന്നാണ് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പാലും ചേർത്തിന്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഇടയിൽ ചേർത്തിന് കേട്ടോ. പക്ഷേ ഞാൻ കാണിച്ചില്ല. അതും കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ ആ വാനില എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എന്തെങ്കിലും ഫ്ലേവർ ചേർക്കണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആണെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ഇടയിലായിട്ട് എന്തെങ്കിലും സ്ട്രോബെറിയോ അല്ലെങ്കിൽ പൈനാപ്പിളോ ഏതെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി കുക്കർക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അതിൻ്റെ അടിയിലെവിടെയെങ്കിലും മൈദ ഊറി കിടക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഊറി കിടക്കുന്നുണ്ടാവില്ല, നമ്മൾ ബീറ്റർ കൊണ്ടല്ലേ ബീറ്റ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ചൂടായിന് നമുക്ക് ഇതായിക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കറിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞു കേട്ടോ, ഓയിൽ തടവീണേന്ന് അടി മാത്രം തടവിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അതിക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കണ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം എൻ്റെ ട്രൈപ്പോഡിൻ്റെ കാലൊന്ന് ഒടിഞ്ഞാണ്. അപ്പോൾ ഇതിന്മേൽ ഓടിയും വെക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ വിട്ടൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിക്ക് പാർന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, കയ്യിൽ പിടിച്ചാണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിനുള്ള ബാറ്റർ. ഇനി ഞാൻ ഇതിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ ഒന്ന് ഊരിയിട്ട്, കുക്കറിൻ്റെ മൂടിൻ്റെ വിസിലൊക്കെ ഊരിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് 25 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 25 മിനിറ്റ് 30 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും ആവും കേട്ടോ. 25 മിനിറ്റൊന്നും ചിലപ്പോൾ മാണ്ടിയില്ല. അപ്പോൾ ഇതാ നമ്മൾ ബാറ്ററി ഫുള്ള് ഒഴിച്ചിന് കേട്ടോ. അതൊന്ന് കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞില്ല, ട്രൈപ്പോഡിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ്. ഇപ്പോൾ 25 മിനിറ്റൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഓഫാക്കിയപ്പോൾ നോക്കിയപ്പോൾ വെന്തിന് കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്യൂർ കൊണ്ടൊന്ന് കുത്തി നോക്കിയില്ല, കാരണം ഞാൻ എപ്പോഴും ഉണ്ടാക്കണതാണ്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ഏകദേശം സമയമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഈർക്കളി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി വയ്ക്കിയാൽ മതി. എപ്പോഴും നിങ്ങൾ കുക്കർ തുറന്ന് നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ കേക്ക് താന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും തുറന്ന് നോക്കണ്ട. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ എപ്പോഴും തുറന്ന് നോക്കും. ഞാൻ അങ്ങനെ ഇനി അപ്പോൾ നിങ്ങൾ അങ്ങനെ തുറന്ന് നോക്കണ്ട. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ലോ ഫ്ലെയിമിലാകുമ്പോൾ കത്തി കാര്യമൊന്നുമില്ല, നമ്മൾ അടിയിൽ തട്ടൊക്കെ വെച്ചിണല്ലോ. അപ്പോൾ അതാ നമ്മൾ കേക്ക് ഞാൻ ചൂടാറിയതിന് ശേഷം എടുത്ത് നോക്കി. ഇപ്പോൾ ഒന്ന് വിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാൻ കത്തിനോടൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അരികിലൂടെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇങ്ങനെ തട്ടിയിട്ട് പോരുന്നില്ല. അപ്പോൾ ഇത് അരി കൂടെ തട്ടി വെക്കുക. അല്ല, അരി കൂടെ കത്തി ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതൊക്കെ കിട്ടീനിട്ട് നമ്മൾ കേക്ക്. അപ്പോൾ അത് നമ്മളെ മുഞ്ചുള്ള കേക്ക് റെഡി ആയിന്.
കേക്ക് എല്ലാവരും ഉണ്ടാക്കണതാണ്. എപ്പോഴും എല്ലാവരും വീഡിയോസിലും കേക്ക് ഉണ്ടാവും. അപ്പം ഞാൻ പിന്നെ അധികം വിശദീകരിക്കാത്ത പിന്നെ അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പം എല്ലാവരും ബേക്കേഴ്സ് തന്നെയാണ്. എല്ലാവരും വീട്ടിലും കേക്ക് ഉണ്ടാക്കുന്നവരും പിന്നെ അതേപോലെ എല്ലാവരും കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവരും ഒക്കെയാണ്. ഇതേ പെരുന്നാൾക്കും വേണ്ടിയാണ് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ കേട്ടോ. നമ്മൾ കുറേ ആയി നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതിനും വേണ്ടി ഉണ്ടാക്കിയതാണ്. ഈ കേക്ക് പിന്നെ ഞാൻ 3 ലെയറാക്കി കട്ട് ചെയ്താണ്ട് ഇക്കോളത്തിലാക്കിന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. പിന്നെ ഞാൻ ഇതേപോലെ കേട്ടോ സംസാരിക്കലൊക്കെ. പിന്നെ എൻ്റെ വീഡിയോക്ക് വേണ്ടിയാണ് ഞാൻ കുറേ കരുതിയിട്ടാണ് അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ പറയട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.